ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തപസ്സുകാലം 2-ാം വാരം ശനിയാഴ്ചയിൽ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 3 വരെയും 11 മുതൽ 32 വരെയുള്ള വചനഭാഗമാണ് നാം ധ്യാനിക്കുന്നത്. ധൂർത്തപുത്രന്റെ ഉപമയിലൂടെയാണ് ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന, ഒരു പാപിയിൽ അനുതാപമുണ്ടാകുന്നതുവരെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഈ ഉപമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ധൂർത്തപുത്രൻ പിതാവിൽ നിന്ന് സ്വത്തിൻ്റെ ഓഹരി ചോദിക്കുന്നുണ്ട്. എന്തിനാണ് നിനക്ക് സ്വത്തിൻ്റെ ആവശ്യം എന്ന മറു ചോദ്യം പോലും ചോദിക്കാതെ അവന് സ്വത്ത് നൽകുന്നുണ്ട്. അവൻ സ്വത്ത് ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്. അവൻ എല്ലാം ചെലവഴിച്ചു കഴിയുമ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമമുണ്ടാകുന്നു. ഒരു തിരിച്ചടിയുടെ കാലഘട്ടത്തിൽ അവന് സുബോധമുണ്ടാകുന്നു. അവൻ ഏറ്റുപറയുന്നുണ്ട്, പിതാവേ, ഞാൻ സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും പാപം ചെയ്തു പോയി. അങ്ങേ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അങ്ങേ ദാസന്മാരിൽ ഒരുവനായി എന്നെ പരിഗണിക്കണമേ. ഈ ഒരു അനുതാപ കീർത്തനം ആദ്യം അവൻ്റെ ഹൃദയത്തിലും പിന്നീട് പിതാവിൻ്റെ അരികിലും അവൻ ഏറ്റുപറയുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, അനുതപിക്കുന്ന ഒരു പാപിയെ പ്രതി സ്വർഗത്തിൽ ദൈവദൂതന്മാരുടെ മുൻപിൽ ആനന്ദമുണ്ടാകും എന്ന വചനം നമുക്ക് ഓർക്കാം. അനുതാപത്തോടെ പിതാവിൻ്റെ അരികിൽ അവൻ ചെന്നു നിൽക്കുമ്പോൾ കരുതലോടെ കാത്തിരിക്കുന്ന പിതാവ് അവനെ വാരിപ്പുണരുന്നുണ്ട്, ഉത്തരസ്ഥാനം നൽകി സ്വീകരിക്കുന്നുണ്ട്. അവൻ്റെ കുറവുകളൊക്കെ മറന്ന് ചുംബിക്കുന്നുണ്ട്. മേൽത്തരം വസ്ത്രം ധരിപ്പിക്കുന്നുണ്ട്. കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് തൻ്റെ സന്തോഷം എല്ലാവരുമായി പങ്കുവെക്കുന്നുണ്ട്. അപ്പൻ്റെ സന്തോഷത്തിന് കാരണം മകൻ്റെ തിരിച്ചുവരവ് തന്നെയാണ്. അപ്പന് അവൻ മരിച്ചവനായിരുന്നു, നഷ്ടപ്പെട്ടവനായിരുന്നു. എന്നാൽ അനുതാപത്തോടെ ധൂർത്തപുത്രൻ അപ്പൻ്റെയും കുടുംബത്തിൻ്റെയും സംസർഗത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവൻ ജീവനുള്ളവനായി മാറുന്നു, കണ്ടു കിട്ടിയവനായിട്ട് മാറുന്നു. സ്നേഹം നിറഞ്ഞവരെ, ചുങ്കക്കാരും പാപികളും മരിച്ചു പോയവരും നഷ്ടപ്പെട്ടവരുമായിരുന്നു. എന്നാൽ യേശുവിനെ സ്വീകരിച്ചപ്പോൾ അവർ ജീവിക്കുന്നവരും കണ്ടു കിട്ടിയവരുമായിട്ട് മാറുന്നു. അവരെ പ്രതി ദൈവം ആനന്ദിക്കുന്നു, സ്വർഗം സന്തോഷിക്കുന്നു. ഈ ഒരു തപസ്സുകാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കട്ടെ. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവസരം നൽകുമെന്ന് പ്രഭാഷകൻ 17-ാം അധ്യായം 24-ാം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിലേക്ക് അനുതാപത്തോടെ തിരിഞ്ഞ് നമുക്കും സ്വർഗം സ്വന്തമാക്കാം, ധൂർത്തപുത്രനെ പോലെ.